ഹായ് ഓൾ, എല്ലാവർക്കും എക്സാം പോയിൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് 8th ബേസിക് സയൻസിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിയുടെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്സ്, വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്ന ചാപ്റ്ററിനെ പറ്റിയാണ്. ഈ ഒരു ചാപ്റ്റർ പ്യുവർലി അഗ്രികൾച്ചർ ബേസ്ഡ് ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്റർ തയ്യാറാക്കാനായിട്ടും ഞാൻ എടുത്തിരിക്കുന്നത് മാക്സിമം പബ്ലിക്കേഷൻസിൻ്റെ എക്സാം പോയിൻ്റ് എന്ന ഗൈഡ് തന്നെയാണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സിലേക്ക് കടന്നാലോ? ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ് ഫുഡ് സെക്യൂരിറ്റി അഥവാ ഭക്ഷ്യസുരക്ഷ. എന്താണ് ഭക്ഷ്യസുരക്ഷ നോക്കിയാലോ? ഫുഡ് സെക്യൂരിറ്റി ഈസ് ദ സിറ്റുവേഷൻ ദാറ്റ് എൻഷുവേഴ്സ് സഫിഷ്യൻറ്റ് ഫുഡ് ഫോർ എവ്രി വൺ ടു ലീഡ് എ ഹെൽത്തി ലൈഫ്. ആരോഗ്യപരമായിട്ടൊരു ജീവിതം നയിക്കുവാനായി കൃത്യമായിട്ട് എന്ത് ചെയ്യണം? എല്ലാവർക്കും ഫുഡ് എത്തുന്നതിനാണ് ഇതെന്ന് പറയുന്നത് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് എന്താണ്? എല്ലാവർക്കും ഒരു ഹെൽത്തി ലൈഫ് കൊണ്ടുപോകാനായിട്ട് കൃത്യമായിട്ടുള്ള ഭക്ഷണം എത്തുന്നതിന്, അല്ലെങ്കിൽ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫുഡ് സെക്യൂരിറ്റി അഥവാ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നെസസറി ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ഫോർ എ ബെറ്റർ ആൻഡ് ഹെൽത്തി സൊസൈറ്റി where there is no poverty or health issues due to the lack of nutrition. പോഷകത്തിൻ്റെ കുറവ് കൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുകയും അല്ലെങ്കിൽ എന്താണ് പോവർട്ടി ഇല്ലാതാക്കുകയും ചെയ്യുന്നതിന്, ഇത് രണ്ടും കൃത്യമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം? ഫുഡ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതാണ് പോവർട്ടി, ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കുവാനും കൃത്യമായിട്ട് ന്യൂട്രീഷൻ്റെ പോഷകാഹാരങ്ങളുടെ കുറവ് കൊണ്ട് അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കുവാനും ഫുഡ് സെക്യൂരിറ്റി എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമ്മൾ നടപ്പിലാക്കിയിരിക്കണം. ഒരു സൊസൈറ്റിയിൽ ഹെൽത്തി സൊസൈറ്റി നമ്മൾ വാർത്തെടുക്കുവാനായിട്ട് നമ്മൾ കൃത്യമായിട്ട് നടപ്പാക്കിയിരിക്കണം? ഫുഡ് സെക്യൂരിറ്റി അഥവാ ഭക്ഷ്യസുരക്ഷ നടപ്പാക്കിയിരിക്കണം. ഓക്കെ അല്ലേ? ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ കാര്യമാണ് അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറയുന്ന കാര്യം, കൃഷിയിടങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പട്ടിക, ഒരു ടേബിൾ നമുക്ക് നോക്കിയാലോ? അപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അഗ്രികൾച്ചർ ലാൻഡിൻ്റെ അളവും എത്രത്തോളം ജനസംഖ്യ ഇന്ത്യയിൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുമാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കാം. 1971 ഇന്ത്യയിൽ 8.75 ഹെക്ടർ ലാൻഡ് ഉണ്ടായിരുന്നു. അന്ന് 13.65 ടൺ അരി നമ്മൾ ഉൽപ്പാദിച്ചു, നെല്ല് ഉൽപ്പാദിപ്പിച്ചു. അന്ന് 2.13 കോടി ആൾക്കാർ മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. 1991 20 വർഷത്തിന് ശേഷം ഇന്ത്യയിലെ അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറയുന്നത് 5.5 ഹെക്ടറിലേക്ക് കുറയുകയാണ്. മാത്രമല്ല അന്നുണ്ടായിരുന്ന അരിയുടെ ഉൽപ്പാദനം എന്ന് പറയുന്നത് 10.6 ടൺ മാത്രവും. അപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ കുറഞ്ഞില്ല, കൂടി. 2.91 ക്രോർ ആൾക്കാരാണ് ഇന്ത്യയിൽ അന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ 2011 ഏകദേശം ഒരു 12 വർഷം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇന്ത്യയിലെ അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറയുന്നത് വളരെയധികം കുറയുകയാണ്. 2.08 ഹെക്ടർ ലാൻഡ് മാത്രമേ ഇന്ത്യയിലുള്ളൂ. മാത്രമല്ല ഉൽപ്പാദിപ്പിക്കുന്നത് 5.06 ശതമാനം മാത്രം ടൺ അരി മാത്രമാണ് എന്ത് ചെയ്തത്? ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെ പോപ്പുലേഷൻ നോക്കണം, 3.34 ക്രോർസ് ജനങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പോപ്പുലേഷൻ കുറഞ്ഞ സമയത്ത് ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലും പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് അഗ്രികൾച്ചർ ലാൻഡ് കുറയുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. മേൽ പറയപ്പെട്ട ടേബിളിൽ നെല്ലിനെ പറ്റി മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റ് വിളകളുടെയും അവസ്ഥ ഇതേ അവസ്ഥ തന്നെയാണ്. നോക്കാം. ഇറ്റ് ഈസ് ചാലഞ്ചിങ് ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ഇൻ എ സിറ്റുവേഷൻ വെൻ കൾട്ടിവബിൾ ലാൻഡ് ഈസ് ഡിക്രീസിങ്. വിളനിലങ്ങൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നത് വളരെ ശ്രമകരമായിട്ടുള്ള, ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. It is essential to recreate a culture for love for the soil and agriculture. കൃഷിയെയും മണ്ണിനെയും സ്നേഹിക്കുന്ന ഒരു സംസ്കാരം നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. കൃത്യമായി എല്ലാവരും എന്താണ് കൃഷി രീതികളെന്നും കൃഷി എന്താണെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. റീഗെയിനിങ് ലോസ്റ്റ് കൾട്ടിവബിൾ ലാൻഡ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നമ്മളിൽ നിന്ന് നഷ്ടമായി പോയ വിളനിലങ്ങൾ തിരിച്ചു പിടിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഒരുപാട് പാടങ്ങൾ തരിശു ഭൂമികളായി ഇപ്പോഴും നിലകൊള്ളുന്നു. അവയെ തിരിച്ച് കൃഷിഭൂമികളാക്കിയാൽ നമ്മുടെ ഭക്ഷ്യസുരക്ഷ കുറച്ചുകൂടി ഉറപ്പുവരുത്താനായി സാധിക്കും. ഒൺലി ത്രൂ എ കോംപ്രിഹെൻസീവ് അപ്രോച്ച്, എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ വി റെഡ്യൂസ് അവർ എക്സസീവ് ഡിപ്പെൻഡൻസ് ഓൺ അതേഴ്സ് ഫോർ ഫുഡ്. മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനായി സാധിക്കുള്ളൂ. നമ്മൾ
ഫുഡ് വരുത്തുന്നത്, കേരളത്തിൻ്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഫുഡ് വരുത്തുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് അരിയും പച്ചക്കറികളൊക്കെ ഇവിടെ എത്തിക്കുന്നത്. എന്നാൽ നമ്മൾ ഇവിടുത്തെ കൃഷി സ്ഥലങ്ങൾ കൃത്യമായി ഉപയോഗിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? ഫുഡ് സെക്യൂരിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുവാൻ സാധിക്കും. ഓക്കെ അല്ലേ? അഗ്രികൾച്ചർ മേഖല, കാർഷിക മേഖല ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്, ഒരുപാട് ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തൊക്കെയാണ് കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികൾ, അഗ്രികൾച്ചർ നേരിടുന്ന ക്രൈസിസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രൈസിസ് ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ. ഫസ്റ്റ് വൺ ഈസ് എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദ മിഡിൽമെൻ, ഇടനിലക്കാരുടെ ചൂഷണം. സെക്കൻഡ് വൺ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ മാറ്റം. fall in പ്രൈസ്, വില നഷ്ടം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ചെലവ്. ക്രോപ്പ് ലോസ്, വിള നഷ്ടം. ലാക്ക് ഓഫ് സ്പേസ്, സ്ഥലപരിമിതി. എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്, എന്തൊക്കെയാണ്? പരിസ്ഥിതി നാശവും ആരോഗ്യ പ്രശ്നങ്ങളും. ഇപ്പോൾ ഈ പറയപ്പെട്ടവയെല്ലാം അഗ്രികൾച്ചറിൽ ഏറ്റവും പ്രതിസന്ധി ഉള്ള കാര്യങ്ങളാണ്, പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ പറയപ്പെട്ടതെല്ലാം. അടുത്തതായി നമുക്ക് നോക്കേണ്ടതാണ് ഭക്ഷ്യസുരക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് വിളനിലങ്ങളെന്ന് നമ്മൾ പറഞ്ഞു. വിളനിലങ്ങളിൽ എന്ത് വേണം? ഫെർട്ടൈലായിട്ടുള്ള സോയിൽ വേണം. എന്താണ്? വളക്കൂറുള്ള മണ്ണ് വേണം. നോക്കിയാലോ എന്തൊക്കെയാണ് വേണ്ടതെന്ന്. About 20 different elements are required for the proper growth of plants. സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് 20 വ്യത്യസ്ത തരം എന്ത് വേണം? എലമെൻറ്റ്സ് വേണം, മൂലകങ്ങൾ വേണം. They are known as essential elements. അപ്പോൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എലമെൻസിനെ, മൂലകങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നു. ഇതെന്ന് പറയുന്നു അവശ്യ മൂലകങ്ങളെന്ന് പറയുന്നു. അതിന് എക്സാമ്പിളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ എന്നിവയൊക്കെ. ഇവയ്ക്ക് ചെടിക്ക് വളരെയധികം ആവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ് അവശ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെൻറ്റ്സ്. These elements are made naturally available in the soil through decomposition by microorganisms. ഇതെങ്ങനെയാണ് മണ്ണിൽ എത്തുന്നത്? മൈക്രോ ഓർഗാനിസത്തിൻ്റെ, സൂക്ഷ്മജീവികളുടെ ഡീകമ്പോസിഷൻ വഴി, അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയപ്പെടുന്ന എസെൻഷ്യൽ എലമെൻറ്റ്സ് മണ്ണിലേക്ക് എത്തുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ഈ മൂലകങ്ങൾ മണ്ണിലെത്തുന്നത്? എങ്ങനെയാണ്? മൈക്രോ ഓർഗാനിസത്തിൻ്റെ ജീർണന പ്രവർത്തനം വഴി, ഡീകമ്പോസിഷൻ വഴിയാണ് ഈ പറയപ്പെട്ട എസെൻഷ്യൽ എലമെൻറ്റ്സ്, ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, സൾഫർ, നൈട്രജൻ, പൊട്ടാസ്യം, ഇതേപോലുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ് മണ്ണിലേക്ക് എത്തുന്നത്. നമ്മൾക്കറിയാം എന്താണ്? മണ്ണിൽ നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്ന ബാക്ടീരിയകൾ പയറുവർഗ്ഗ ചെടികളുടെ റൂട്ട്സിൽ അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കാം ഇനി എങ്ങനെയൊക്കെ വേറൊരു രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? മണ്ണിലെ വളക്കൂറ് കൂട്ടാം. ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ത്രൂ ദ ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ടു. എന്താണ്? ഫെർട്ടിലൈസ്, കൃത്യമായ വളപ്രയോഗത്തിലൂടെ നമ്മുടെ മണ്ണിൻ്റെ ബലഭൂഷ്ടി നമുക്ക് എന്ത് ചെയ്യാം? വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയും. The pH of the soil is also an important factor that influencing the growth of plants. ചെടികളുടെ, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് മണ്ണിലെ pH എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്. pH ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, the presence of elements in the soil and the pH value can be identified by the soil testing. അപ്പോൾ മണ്ണിലെ വളക്കൂറും pHൻ്റെ അളവും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? സോയിൽ ടെസ്റ്റിങ്ങിൽ വഴി അല്ലെങ്കിൽ മണ്ണ് പരിശോധന വഴി ഇവയുടെ സാന്നിധ്യം, എത്രത്തോളം വളക്കൂറുള്ള മണ്ണാണ്, എത്രത്തോളം pH ആണ് ആ ഒരു സോയിൽ അടങ്ങിയിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ്? സോയിൽ ടെസ്റ്റിംഗ് വഴി, മണ്ണ് പരിശോധന വഴി. ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, ഫംഗൈ, ആൽഗെ, ടെർമൈറ്റ്, എർത്ത് വോം എക്സെട്ര ഹെൽപ്പ് ടു ഇൻക്രീസ് സോയിൽ ഫെർട്ടിലിറ്റി. അപ്പം കുറച്ച് ജീവജാലങ്ങളുണ്ട്. ആരൊക്കെയാണ്? ബാക്ടീരിയ, ഫഞ്ചൈ, ആൽഗെ, ടെർമൈറ്റ്, ടെർമൈറ്റ് എന്ന് വെച്ചാൽ ചിതലുകളാണ്, എർത്ത് വോം മണ്ണിരക, ഇവ പോലുള്ള ജീവികൾ എന്ത് ചെയ്യുന്നു? മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഈ പറയപ്പെട്ട രീതികളിലും എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിൻ്റെ വളപ്രയോഗം അല്ലെങ്കിൽ വളത്തിൻ്റെ അളവ് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ ഫലഭൂയിഷ്ടി കൂടുന്നുണ്ട്, ഫെർട്ടിലിറ്റി കൂടുന്നുണ്ട്. അടുത്ത് നോക്കാം. ഫാമേഴ്സ് യൂസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടാനായിട്ട്, ഫലഭൂയിഷ്ടി കൂട്ടാനായിട്ട് ഫാമേഴ്സ് പല തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. എന്തൊക്കെയാണ്? സച്ചാസ് കെമിക്കൽ ഫെർട്ടിലൈസർ, രാസവളം, ബയോ ഫെർട്ടിലൈസർ, ജൈവവളം, ആൻഡ് ഓൾസോ ഗ്രീൻ ലീഫ് മാനുവർ, പച്ചില വളങ്ങൾ. അപ്പം ആരുപയോഗിക്കുന്നു? ഫെർട്ടിലൈസേഴ്സ് ഫാമേഴ്സ് യൂസ് ചെയ്യുന്നു മണ്ണിൻ്റെ, സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട്. മറ്റൊരു തരത്തിലുള്ള വളമാണ് ജീവാണുവളങ്ങൾ അഥവാ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ്. നോക്കാം. Microbial fertilizers are substances that contain microorganisms which help to increase the fertility of the soil.
മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടാനായിട്ട്, ഫലപുഷ്ടി കൂട്ടാനായിട്ട് എന്ത് ചെയ്യുന്നു, മൈക്രോ ഓർഗാനിസത്തിൻ്റെ അളവ്, സൂക്ഷ്മജീവികളുടെ അളവുള്ള ഫെർട്ടിലൈസേഴ്സിനെ ഉപയോഗിക്കുന്നു. അതിനെയാണ് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ദ പ്രസൻസ് ഓഫ് മൈക്രോബ്സ്, സൂക്ഷ്മജീവികൾ ഉള്ളതുകൊണ്ട് തന്നെ എനേബിൾസ് ടു ഇൻക്രീസ് ഇൻ ദ സോയിൽ ഫാക്ടർ വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ദ പ്ലാന്റ് ഗ്രോത്ത്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളെ ഈ മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യുന്നു, മണ്ണിൽ നിന്ന് ഡീകമ്പോസ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, മണ്ണിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്യുന്നു. ആര്? ഈ പറയപ്പെട്ട മൈക്രോ ഓർഗാനിസംസ്. അതിന് എക്സാമ്പിളാണ് പറയുന്നത് ബാക്ടീരിയ ലൈക്ക് റൈസോബിയം, അസോറ്റോബാക്ടർ, അസോസ്പൈറിലം ആൻഡ് അക്വാട്ടിക് പ്ലാന്റ്സ് ലൈക്ക് അസൊല്ല can be used to increase nitrogen content in the soil. മണ്ണിലെ നൈട്രജൻ്റെ അളവിനെ കൂട്ടാനായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന ബാക്ടീരിയയാണ് പറയുന്നത്. ആരൊക്കെയാണ്? റൈസോബിയം. റൈസോബിയം, അസെറ്റോബാക്ടർ, വളരെ പ്രധാനപ്പെട്ടതാണ്. റൈസോബിയം, അസെറ്റോബാക്ടർ ആൻഡ് അസോസ്പൈറിലം. എന്തൊക്കെയാണ്? റൈസോബിയം, അസെറ്റോബാക്ടർ ആൻഡ് അസോസ്പൈറിലം. മണ്ണിലെ നൈട്രജൻ്റെ അളവിനെ കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്ടീരിയസാണ്, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ആണ് ഇവരെല്ലാം. പിന്നെ അക്വാട്ടിക് പ്ലാന്റ്സ് ആയിട്ടുള്ള അസൊല്ലയും എന്തിന് സഹായിക്കുന്നു? നൈട്രജൻ്റെ അളവിനെ കൂട്ടാനായിട്ട് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ഓക്കെ അല്ലേ? ഈ പറയപ്പെട്ട ജീവാണുവളങ്ങൾ മണ്ണിൽ നിലനിൽക്കണമെങ്കിൽ, മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് മണ്ണിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് നോക്കാം. തിങ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ്. ആദ്യം നോക്കേണ്ടത് എൻഷുവർ ദ അവൈലബിലിറ്റി ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ സോയിൽ. മണ്ണിൽ കൃത്യമായി ജൈവവളങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ജൈവവളങ്ങൾ മാത്രം എന്ത് ചെയ്യുക, മണ്ണിലേക്ക് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, പ്രോപ്പർ ഇറിഗേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ്. കൃത്യമായിട്ടുള്ള ജലസേചനം ആ ഒരു കൃഷിയിടത്തേക്ക് അല്ലെങ്കിൽ ആ കൃഷി രീതിയിലേക്ക് കൃത്യമായി വെള്ളം എത്തുന്നുണ്ടോ നോക്കുക. മാത്രമല്ല കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, മൂന്നാമത്തെ കാര്യമാണ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഓർ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഷുഡ് നോട്ട് ബി യൂസ്ഡ്. എന്തൊക്കെ ഉപയോഗിക്കാൻ പാടില്ല? എന്തൊക്കെയാണ്? രാസവളങ്ങളും രാസകീടനാശിനികളും ആ മണ്ണിലേക്ക് അല്ലെങ്കിൽ ആ കൃഷിയിടത്തിലേക്ക് ഉപയോഗിക്കരുത്. അപ്പം ഈ പറയപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ മൈക്രോ ഓർഗാനിസംസ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി ഇൻ ദ സോയിൽ ഇഫ് ദീസ് പ്രിക്കോഷൻസ് ആർ ടേക്കൺ. ഈ പറയപ്പെട്ട മുൻകരുതലുകൾ എടുത്താൽ മാത്രമേ മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികൾ മണ്ണിൽ ഉണ്ടാവുകയുള്ളൂ. കർഷകർ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് കീടങ്ങളെന്ന് പറയുന്നത്. അത് ചെടികളെ അല്ലെങ്കിൽ ആ സസ്യങ്ങളെ, കൃഷിരീതിയെ വളരെ സാരമായി തന്നെ ബാധിക്കുന്നു. അപ്പം അതിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? അതാണ് നമുക്ക് അടുത്ത പഠിക്കേണ്ടത്. ടു കൺട്രോൾ പെസ്റ്റ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഡെസ്ട്രോയ് പെസ്റ്റ് ടോട്ടലി. അപ്പോൾ എന്ത് ചെയ്യുന്നു? രാസകീടനാശിനികൾ എന്ത് ചെയ്യുന്നു? കീടങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കുന്നു. പക്ഷേ പ്രശ്നമുണ്ട്. വെൻ ദ പെസ്റ്റ് അക്വയർ റെസിസ്റ്റൻസ്, ഈ പറയപ്പെടുന്ന കീടങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ പറയപ്പെട്ട കീടനാശിനികളെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു, അവരതിനെ പ്രതിരോധിക്കുന്നു. ദ ക്വാണ്ടിറ്റി ഓഫ് ദ പെസ്റ്റിസൈഡ്സ് ഹാസ് ടു ബി ഇൻക്രീസ്ഡ്. നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന കീടനാശിനിയുടെ അളവ് എന്ത് ചെയ്യും? കൂട്ടേണ്ടി വരും. ഇങ്ങനെ കൂട്ടുന്നതിലൂടെ എക്സസീവ് ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, ഇങ്ങനെ ഈ ഒരു കീടനാശിനി കൂടുതലായി ഉപയോഗിച്ചാൽ കോസ് മെനി എൻവയോൺമെൻറ്റൽ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്. അതെന്ത് ചെയ്യുന്നു? പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. പരിസ്ഥിതിക്കും പ്രശ്നമാണ്, ആരോഗ്യത്തിനും പ്രശ്നമാണ്. കീടങ്ങളെ നമുക്ക് നാച്ചുറലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നോക്കാം. പെസ്റ്റ് ആൻഡ് ദെയർ നാച്ചുറൽ എനിമീസ്, കീടങ്ങളും അവരുടെ പ്രകൃതിദത്ത ശത്രുക്കളും. ദ മെയിൻ റീസൺ ഫോർ ദിസ് ഈസ് ദ ഫോൾ ഇൻ ദ നമ്പർ ഓഫ് ഓർഗാനിസംസ് ദാറ്റ് പ്രey on them. കീടങ്ങൾ അധികരിച്ചു വരാൻ കാരണം എന്തെന്നാൽ ഇവരെ ഭക്ഷണമാക്കുന്ന ഓർഗാനിസത്തിൻ്റെ ഗണ്യമായ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുന്നു? ഒരുപാടുണ്ടാവാൻ കാരണമാകുന്നു. പ്രഡേറ്റേഴ്സ്, അവരെ ഭക്ഷണമാക്കുന്നവർ ആരെയാണ്? കീടങ്ങളെ ഭക്ഷണമാക്കുന്നവർ. പാരസൈറ്റ്സ്, കീടങ്ങളെ രോഗം പരത്തുന്നവർ. മാത്രമല്ല പാത്തോജൻസ്, കീടങ്ങളിലെ പരാതമായി ജീവിക്കുന്നവർ എന്ത് ചെയ്യുന്നു? ആർ കോൾഡ് നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ്. ഇങ്ങനെയുള്ളവരെയാണ് കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കളെന്ന് പറയുന്നത്. അവരിൽ അസുഖം പരത്തുന്നവർ, അവരെ ഭക്ഷണമാക്കുന്നവർ, അവർക്ക് പരാതമായി ജീവിക്കുന്നവർ, ഇവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അവരുടെ കീടങ്ങളുടെ നാച്ചുറൽ എനിമീസ് എന്ന് പറയുന്നത്. ദ സർവീസ് ഓഫ് ദീസ് ഓർഗാനിസംസ് മേ ബി എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ഇൻ അഗ്രികൾച്ചർ. ഈ പറയപ്പെട്ട ഓർഗാനിസത്തെ, ഇവരെ ഭക്ഷണമാക്കുന്ന ഓർഗാനിസത്തിൻ്റെയൊക്കെ ഇവരുടെ ഒരു ചേർന്ന് എഫക്റ്റീവ്ലി യൂട്ടിലൈസ്, ഇവരെ നമുക്ക് എന്ത് ചെയ്യാം? അഗ്രികൾച്ചറിൽ, കൃഷി രീതിയിൽ ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കീടത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്കൊരു മാർഗം കൊണ്ടുവരാം. എന്താണെന്ന് നോക്കിയാലോ? ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയും. അതായത് എന്താണ്? സംയോജിത കീടനിയന്ത്രണ മാർഗം. എന്താണ് അതിൽ പറയുന്നത് നോക്കിയാലോ? ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ദ ഡിസ്ട്രക്ഷൻ ഓഫ് പെസ്റ്റ് ടോട്ടലി. കീടത്തെ പൂർണ്ണമായി നശിപ്പിക്കുക എന്നതല്ല
ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ് കൊണ്ടൊന്നും ഉദ്ദേശിക്കുന്നത്. ആ ഒരു തത്വം അതല്ല പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത് നോക്കിയാലോ. ഇറ്റ് ട്രൈസ് ടു പ്രിവെൻറ്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റ്. എന്താണ്? കീടങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ, അവ പെരുകുന്നതിൽ നിന്ന് എന്ത് ചെയ്യുക, അവയൊന്ന് തടയുക. അതാണ് ആരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ലിമിറ്റ് ദ നമ്പർ വിത്തൗട്ട് ലോസ് ഓഫ് ക്രോപ്പ്. അപ്പോൾ അവരുടെ മൾട്ടിപ്ലിക്കേഷൻ കുറയുന്നതിലൂടെ അവരുടെ നമ്പർ കുറയും. അതിലൂടെ നമുക്ക് വിളനഷ്ടം കുറയ്ക്കാൻ സാധിക്കും. ദിസ് എക്കോ ഫ്രണ്ട്ലി മെത്തേഡ് എൻഷുവേഴ്സ് പെസ്റ്റ് കൺട്രോൾ വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ എൻവയോൺമെൻറ്റ്. ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ എന്താണ്, എൻവയോൺമെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. ആരെയും ഉപദ്രവിക്കാതെ തന്നെ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ആ ഒരു പെസ്റ്റ് കൺട്രോൾ നടപ്പിലാക്കാൻ കഴിയും. This is done by reducing the use of chemical pesticides and encouraging the application of biopesticides, natural enemies of pests, mechanical pest control, etc. അപ്പോൾ ഈ ഒരു രീതി അവലംബിക്കുന്നതിലൂടെ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ കഴിയും, കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ രാസകീടനാശിനികളുടെ ഉപയോഗം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കുറയ്ക്കാൻ കഴിയുകയും മാത്രമല്ല ബയോ പെസ്റ്റിസൈഡ്സ് ജൈവ കീടനാശിനികളുടെയും അല്ലെങ്കിൽ ഈ കീടങ്ങളുടെ നാച്ചുറൽ എനിമീസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് കൊണ്ടുവരുന്നതിലൂടെ പ്രകൃതിയെ അല്ലെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ കഴിയും. നമ്മുടെ സമൂഹത്തിൽ കൃഷി ക്രമേണ വളരെ കുറഞ്ഞു വരുന്ന സാഹചര്യമാണ്. എന്തുകൊണ്ടായിരിക്കും കുറയുന്നത് നോക്കാം. ദ ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ഫോർ ദ അഗ്രികൾച്ചർ മേക്ക് ഇറ്റ്സ് അൺഎക്കണോമിക്. കൃഷിക്കായി മുടക്കുന്ന വൻ തുകകൾ കൃഷിക്കാരന് വളരെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു. ദ ഹൈ കോസ്റ്റ് ഓഫ് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. അപ്പോൾ എന്തിനൊക്കെയാണ്, വിത്തുകൾക്കും വളങ്ങൾക്കും കീടനാശിനികൾക്കും വിലക്കയറ്റം ഉള്ളതിനാൽ കൃഷിക്കാരൻ അതിനൊരു കടക്കാരനിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ദ ഡിക്ലൈൻ ഇൻ ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ ആൻഡ് ദ ഇൻക്രീസ് ഓഫ് പെസ്റ്റ് കമ്പൽ പെസൻസ് ടു യൂസ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഇൻ ഗ്രേറ്റർ ക്വാണ്ടിറ്റീസ്. എന്ത് ചെയ്യുന്നു, മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി കുറയുന്നതും സോയിലിൽ എന്തിൻ്റെ അളവ് കൂടുന്നതും പെസ്റ്റിൻ്റെ അളവ് കൂടുന്നതും കൃഷിക്കാരനെ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഉപയോഗിക്കാൻ വളരെയധികം നിർബന്ധിതനാക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് ദോ the excessive use of fertilizers and chemical pesticides provide profit for a short period. നമ്മൾ ഉപയോഗിക്കുന്ന ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സൊക്കെ എന്ത് ചെയ്യുന്നു, കുറച്ച് സമയത്തേക്ക് സാമ്പത്തിക ലാഭം തരുമായിരിക്കാം. എന്നാൽ ഗ്രാജുവലി ദ ലാൻഡ് മേ ബിക്കം ബാരൻ. എന്ത് ചെയ്യുന്നു, പിന്നീട് ക്രമേണ നമ്മുടെ ലാൻഡ്, കൃഷിക്ക് അനുയോജ്യമായ ലാൻഡ് എന്ന് പറയുന്നത് ബാരനായി പോകുന്നു. അതായത് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത തരിശു ഭൂമികളായി പോകുന്നു. Many new methods are adopting to reduce the use of fertilizers and to reduce waste. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ പുതിയ തരത്തിലുള്ള കൃഷി രീതികൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. പുതിയ തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് കണ്ടുപിടിക്കേണ്ടതുണ്ട്, അതിനെ ഉപയോഗിക്കേണ്ടതുണ്ട്. മാത്രമല്ല വേസ്റ്റ് കുറയ്ക്കാനുള്ള സാഹചര്യവും നമ്മൾ നോക്കേണ്ടതുണ്ട്. ബൈ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ദ കൾട്ടിവേഷൻ ഓഫ് ഫുഡ് ക്രോപ്സ്, മാർക്കറ്റ് ഡിപ്പെൻഡൻസി ആൻഡ് പ്രൈസ് ഹൈ ക്യാൻ ബി റെഡ്യൂസ്ഡ്. അപ്പോൾ നമ്മൾ ഫുഡ് ക്രോപ്സ് ഉണ്ടാക്കുന്നതിലൂടെ, ഭക്ഷ്യവിളകൾ വിളയിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു, മാർക്കറ്റ് ഡിപ്പെൻഡൻസി മനസ്സിലാക്കി പ്രൈസ് ഹൈക്ക് കുറയ്ക്കാൻ സാധിക്കും. അതായത് വിലക്കയറ്റം കുറയ്ക്കാൻ സാധിക്കും. ഭക്ഷ്യവിളകളുടെ എന്ത് കുറയ്ക്കാൻ സാധിക്കുന്നു, പ്രൈസ് ഹൈക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഓൾസോ ബിക്കെയിം പോസിബിലിറ്റി ബൈ കൾട്ടിവേറ്റിംഗ് നേറ്റീവ് വെറൈറ്റീസ് ഓഫ് ക്രോപ്സ്. നാടൻ വിളകൾ വിളയിക്കുന്നതിലൂടെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാൻ എന്തുവന്നു സാധിക്കുന്നു. അപ്പോൾ പ്രകൃതിയെ നമുക്ക് എങ്ങനെയൊക്കെ സംരക്ഷിക്കാമെന്നും ഇതിലൂടെ പറയുന്നുണ്ട്. കൃത്യമായ മാലിന്യ സംസ്കരണം നടത്തുന്നതിലൂടെ അഗ്രികൾച്ചറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കിയാലോ. വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. എന്താണ്? മാലിന്യ സംസ്കരണവും സുസ്ഥിര കൃഷിയും. അതിനായി നമ്മൾ എന്ത് ചെയ്യുന്നു, പല രീതികൾ നമ്മൾ അവലംബിക്കുന്നു. എക്സാമ്പിൾ, കമ്പോസ്റ്റിംഗ്, ബയോഗ്യാസ് പ്രൊഡക്ഷൻ, ബയോഗ്യാസിൻ്റെ ഉൽപ്പാദനം, കാലിത്തീറ്റ നിർമ്മാണം, കോഴിത്തീറ്റ നിർമ്മാണം, പൗൾട്രി ഫീഡ് പ്രൊഡക്ഷൻ ഓഫ് ഫിഷ് ഫീഡ്, മത്സ്യത്തീറ്റ പ്രൊഡക്ഷൻ. അപ്പോൾ ഇതിനൊക്കെ എന്തിനു സഹായിക്കുന്നു, കൃഷി വലുതാവാനും സഹായിക്കുന്നു, വേസ്റ്റ് മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. സസ്യങ്ങളിലൂടെ മാത്രമല്ല നമുക്ക് കൃഷി രീതികൾ അവലംബിക്കാൻ കഴിയുന്നത്. ജന്തുജാലങ്ങളും കൃഷിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, തേനീച്ച വളർത്തൽ, ഇവയൊക്കെ കൃഷി രീതികൾ തന്നെയാണ്. നോക്കാം, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നമുക്ക് പഠിക്കാം. റീപ്പിംഗ് ഡൈവേഴ്സിറ്റി. ഡിഫറെൻറ്റ് അഗ്രികൾച്ചർ സെക്ടേഴ്സ് വിത്ത് ഹെൽപ്പ് ടു ഏൺ ബെറ്റർ ഇൻകം ത്രൂ എ സയൻറ്റിഫിക് അപ്രോച്ച്. ശാസ്ത്രീയമായ കൃഷി രീതിയിലൂടെ നമുക്ക് ലാഭകരമായിട്ടുള്ള കൃഷി രീതികളും നമുക്ക് അവലംബിക്കാൻ കഴിയും.
അതിന് പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, കന്നുകാലി വളർത്തൽ. കന്നുകാലി വളർത്തൽ മാത്രമല്ല ഒരുപാടുണ്ട്, പൗൾട്രി ഫാമിങ്ങും എപ്പി കൾച്ചറും സെറി കൾച്ചറൊക്കെ ഒരുപാടുണ്ട്. ആദ്യം നമുക്ക് നോക്കേണ്ടത് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റാണ്, കന്നുകാലി വളർത്തൽ. എന്തിനാണ് നമ്മൾ കന്നുകാലികളെ വളർത്തുന്നത്? കന്നുകാലികളിൽ പെടുന്നത് ആരൊക്കെയാണ്? പ്രധാനമായും പശു, ആട്, പോത്ത് എന്നിവയൊക്കെയാണ് കന്നുകാലി എന്ന് പറയുന്ന ഇനത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. എന്തിനൊക്കെയാണ് നമ്മൾ അവരെ വളർത്തുന്നത്? റിയറിങ് കാറ്റിൽ ഫോർ മിൽക്ക്, പാലിന് വേണ്ടി വളർത്താറുണ്ട്, മീറ്റിന് വേണ്ടി വളർത്താറുണ്ട്, മറ്റ് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടും വളർത്താറുണ്ട്. മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഇനത്തിൽപ്പെട്ട കാറ്റിൽസ് നമ്മുടെ ചുറ്റുമുണ്ട്. വേച്ചൂർ പശു ആയാലും എന്താണ്, അല്ലാണ്ട് ജേഴ്സി പശു ആയാലും പല തരത്തിലാണ് പശുവിന് വെറൈറ്റികളുള്ളത്. അതുപോലെ തന്നെ പോത്തിനുണ്ട്, അതുപോലെ തന്നെ ആടിനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. ഇമ്പോർട്ടൻറ്റ് വെറൈറ്റീസ് ഓഫ് കാറ്റിൽ, കന്നുകാലികളുടെ വ്യത്യസ്ത ഇനങ്ങൾ നോക്കാം. പ്രധാനമായും പശു, കൗവിന് പ്രധാനമായും 3 ഇനങ്ങളാണ് ഇവിടെ പറയുന്നത്. ജേഴ്സി, എന്താണ്, ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ, വേച്ചൂർ, 3 ഇനങ്ങളാണ് പറയുന്നത്. ബഫല്ലോ, പോത്തിന് 3 ഇനങ്ങൾ പറയുന്നുണ്ട്. മുറ, നീലിരവി, ബദാവരി. ആടിന് പറയുന്നുണ്ട് തലശ്ശേരി, ജംനാപേരി, ബോയർ. കന്നുകാലി വളർത്തൽ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കൃഷി രീതിയാണ് ആരെന്ന് പറയുന്നത്? പൗൾട്രി ഫാമിംഗ് എന്ന് പറയുന്നത്. എന്താണ്? പക്ഷികളുടെ പരിപാലനം, പക്ഷി പരിപാലനം. റിയറിങ് ബേർഡ്സ് ഫോർ എഗ് ആൻഡ് മീറ്റ്. പ്രധാനമായും നമ്മൾ പക്ഷികളെ പരിപാലിക്കുന്നത് എന്തിനായിരിക്കും? എഗ്ഗിനും മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടിയിട്ടായിരിക്കും. മാത്രമല്ല പല രീതിക്കുള്ള പല ഇനത്തിൽപ്പെട്ട കോഴികളെയും താറാവുകളെയും കാടകളെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കാം, ചിക്കൻ പല വെറൈറ്റീസുള്ള അതുല്യ ചിക്കനുണ്ട്, ഗ്രാമലക്ഷ്മി ചിക്കനുണ്ട്, വൈറ്റ് ലഗോൺ ചിക്കനുണ്ട്. അപ്പം ഇതൊക്കെ ചിക്കൻ്റെ പല വെറൈറ്റീസാണ്, പല ഇനങ്ങളാണ്. അതുപോലെ ഡക്കിന് വെറൈറ്റീസ് ഉണ്ട്. മസ്കോവി എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്, ചാര എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്, ചെമ്പല്ലി എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. അപ്പോൾ സാറേ ചെമ്പല്ലി മീനല്ലേ? അല്ല, ഡക്കിന് നമ്മളൊരു ഇനമാണ്. ചെമ്പല്ലി എന്ന് പറയുന്നൊരു ഇനം ഉണ്ട്. അതുപോലെ തന്നെ കാടക്കോഴിയുടെ മുട്ടയൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ? അപ്പോൾ കാടയ്ക്കും പല വെറൈറ്റീസ് ഉണ്ട്. കാട വെറൈറ്റി ക്യുല്ലെന്നാണ് കാടേനെ പറയുന്നത്. ജാപ്പനീസ് ഉണ്ട്, പിന്നെന്തുണ്ട്, ബോബ് വൈറ്റ്. അപ്പോൾ 2 തരത്തിലാണ് കാട വെറൈറ്റീസ് ഉള്ളത്. എന്തൊക്കെയാണ്? ജാപ്പനീസും ബോബ് വൈറ്റും. മറ്റൊരു കൃഷി രീതിയാണ് സെറി കൾച്ചർ എന്ന് പറയുന്നത്. എന്താണ് സെറി കൾച്ചർ? പട്ടുനൂൽ പുഴുക്കളെ കൃഷി ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? പട്ടിന് വേണ്ടിയിട്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? സെറി കൾച്ചർ എന്ന് പറയുന്നത്. റിയറിങ് സിൽക്ക് സ്വോം ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ സിൽക്ക് ഈസ് കോൾഡ് സെറി കൾച്ചർ. പ്രകൃതിദത്തമായ പട്ടിന് വേണ്ടിയിട്ട് പട്ടുനൂൽ പുഴുക്കളെ എന്ത് ചെയ്യുന്നു? വളർത്തുന്നതിനെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെറി കൾച്ചർ എന്ന് പറയുന്നത്. സിൽക്ക് ഈസ് ഫോംഡ് ഫ്രം ദ സ്പെഷ്യൽ ഗ്ലാൻസ് ഓഫ് ദ ലാർവി ഓഫ് ദ സിൽക്ക് മോത്ത്. സിൽക്ക് മോത്തിൻ്റെ സ്പെഷ്യൽ ഗ്ലാൻസിൻ്റെ, സിൽക്ക് മോത്തിൻ്റെ ലാർവയുടെ സ്പെഷ്യൽ ഗ്ലാൻസിൽ നിന്നാണ് എന്ത് പുറത്തു വരുന്നത്? സിൽക്ക് പുറത്തു വരുന്നത്, അല്ലെങ്കിൽ സിൽക്ക് ഉണ്ടാവുന്നത്. അതായത് പട്ടുനൂൽ ശലഭ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? പട്ട് ഉണ്ടായി വരുന്നത്. അപ്പോൾ പ്രധാനമായി ഇതിനും പലതരത്തിലുള്ള പട്ടുനൂൽ പുഴുക്കളുണ്ട്, പല വെറൈറ്റീസിലുള്ള പട്ടുനൂൽ പുഴുക്കളുണ്ട്. മൽബറി സിൽക്ക് വോം ഉണ്ട്, തുസാർ സിൽക്ക് വോം ഉണ്ട്, മുഗ സിൽക്ക് വോം ഒക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട വെറൈറ്റീസാണ്. മറ്റൊരു കൃഷിരീതിയാണ് പിസി കൾച്ചർ എന്ന് പറയുന്നത്. എന്താണ് പിസി കൾച്ചർ? ദ സയൻറ്റിഫിക് വേ ഓഫ് റിയറിങ് ഫിഷ് ഇൻ നാച്ചുറൽ വാട്ടർ ബോഡീസ്, പാഡി ഫീൽഡ്സ് ഓർ ആർട്ടിഫിഷ്യൽ ടാങ്ക്സ് ഈസ് കോൾഡ് പിസി കൾച്ചർ. എന്തൊക്കെയാണ്? കൃത്രിമ ടാങ്കുകളിലോ ജലാശയങ്ങളിലോ മാത്രമല്ല വയലുകളിലോ ആരെ വളർത്തുന്നു? മീനുകളെ വളർത്തുന്നു. എങ്ങനെ വളർത്തുന്നു? ശാസ്ത്രീയമായ രീതിക്ക് എവിടെയൊക്കെയാണ്? കുളങ്ങളിൽ, വയലുകളിൽ, ആർട്ടിഫിഷ്യൽ ടാങ്ക്സിലൊക്കെ മീനുകളെ വളർത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പിസി കൾച്ചർ എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും എന്തിനാണ് മീനുകളെ പല രീതിക്കുള്ള ഓർണമെൻ്റൽ, ഇപ്പം ഗപ്പി അല്ലെങ്കിൽ എന്താണ് പോലുള്ള മീനുകളെ നമ്മൾ വീട്ടിൽ അലങ്കാര മത്സ്യങ്ങളായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഗോൾഡ് ഫിഷ് പോലുള്ളവയെ അലങ്കാര മത്സ്യങ്ങളായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഫൈറ്റർ ഫിഷിനെയൊക്കെ. എന്നാൽ സിലോപ്പി പോലുള്ള മീനുകളെ അല്ലെങ്കിൽ കരിമീൻ പോലുള്ള മീനുകളെ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പറയുന്നത് അത് തന്നെയാണ്. വെറൈറ്റീസ് സച്ചാസ് പേൾ സ്പോട്ട്, രോഹു, കാറ്റ്ല. എന്തൊക്കെയാണ്? കരിമീൻ, രോഹു, കാറ്റ്ല പോലുള്ള മീനുകളെ റിയേർഡ് ഫോർ ഫുഡിന് വേണ്ടിയിട്ടും, ഗോൾഡ് ഫിഷ്, ഗപ്പി മുതലായ മീനുകളെ റിയേർഡ് ഫോർ ഓർണമെൻ്റൽ പർപ്പസ്. എന്തിനാണ്? നമ്മൾ ഓർണമെൻ്റൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്, അലങ്കാര മത്സ്യങ്ങളായിട്ടുമാണ് വളർത്തുന്നത്. മാത്രമല്ല അതിന് മറ്റൊരു കാര്യമാണ് പറയുന്നത്, ഇമ്പോർട്ടൻറ്റ് പ്രോൺ വെറൈറ്റീസ് ആർ. പ്രധാനപ്പെട്ട ചെമ്മീൻ വെറൈറ്റികൾ. ചെമ്മീൻ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ചെമ്മീൻ വെറൈറ്റികൾ ഏതൊക്കെയാണ്? നമ്മൾ ഇന്ത്യയിൽ വളർത്തുന്ന, കേരളത്തിൽ വളർത്തുന്ന, നമ്മൾ ശാസ്ത്രീയമായി വളർത്തുന്ന ചെമ്മീൻ വെറൈറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാരൻ, കാര എന്നിവയൊക്കെ ചെമ്മീൻ വെറൈറ്റികളാണ്.
മറ്റൊരു കൃഷിരീതിയാണ് ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. എന്താണ് ഫ്ലോറികൾച്ചർ? കൾട്ടിവേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓൺ എ കൊമേഴ്ഷ്യൽ ബേസിസ്. പൂക്കളെ കൾട്ടിവേറ്റ് ചെയ്യുക, കൃഷി ചെയ്തെടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ്, വിപണനത്തിന് വേണ്ടിയിട്ട്, വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൂക്കളെ കൃഷി ചെയ്യുന്ന രീതിയാണ് നമ്മളെന്ന് പറയുന്നത്. കൃഷി രീതിയാണ് ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിലൊക്കെ പൂക്കൾ വിൽക്കാൻ വേണ്ടിയിട്ടല്ല, അതിനെ നമുക്ക് ഫ്ലോറികൾച്ചർ എന്ന് പറയാൻ കഴിയില്ല. വിൽക്കുന്ന ആവശ്യത്തിന്, വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൂക്കൾ കൃഷി ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ചെടികൾ ജാസ്മിൻ, മേരിഗോൾഡ്, ക്രൈസാന്തമം, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം പോലുള്ളവയാണ്. എന്തൊക്കെയാണ്? ജമന്തി, മുല്ല, ചെണ്ടുമല്ലി, ഓർക്കിഡ്, ആന്തൂറിയം പോലുള്ള ചെടികളാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രധാനമായും യൂസ് ചെയ്യുന്നത്. ഈ ചെടികൾക്കാണ് കൊമേഴ്ഷ്യൽ ഡിമാൻഡ് കൂടുതൽ. എന്താണ്? വിപണന സാധ്യത കൂടുതലുള്ള ചെടികളാണ് നമ്മൾ വളർത്താനായിട്ട് നോക്കുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട കൃഷിരീതിയാണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത്. എപ്പികൾച്ചർ ആരുമായി ബന്ധപ്പെട്ട് വരുന്നു? ഹണി ബീസ്, തേനീച്ചകളെ വളർത്തുന്ന കൃഷിരീതിയാണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത്. എങ്ങനെ വളർത്തണം? സയൻറ്റിഫിക് ആയിട്ട് വളർത്തണം. ശാസ്ത്രീയമായി ആരെ കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തേനീച്ചകളെ കൃഷി ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എപ്പികൾച്ചർ എന്ന് പറയുന്നത്. എന്തിനായിരിക്കും നമ്മൾ തേനീച്ചയെ ചെയ്യുന്നത്, വളർത്തുന്നത്? ഹണിക്ക് വേണ്ടിയിട്ട്, തേനിന് വേണ്ടിയിട്ട് അല്ലേ? ഹണി ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മെഡിസിനൽ ആൻഡ് ന്യൂട്രീഷണൽ വാല്യൂ. വളരെയധികം ഔഷധ ഗുണവും പോഷകഗുണവുമുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ഹണി എന്ന് പറയുന്നത്, തേൻ എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നു? നമുക്ക് ലാഭമുണ്ടാക്കി തരുന്നുണ്ട്. തേൻ വിറ്റ് ലാഭമുണ്ടാക്കാൻ നമുക്ക് സഹായിക്കുന്നു. അതും എന്തിന് സഹായിക്കുന്നു? കൊമേഴ്ഷ്യൽ വിപണനത്തിന് സാധ്യതയുള്ളതിനാൽ അതും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഒരു അഗ്രികൾച്ചർ പ്രാക്ടീസ് ആയിട്ട് കൂട്ടുന്നു. അപ്പോൾ പലതരത്തിലുള്ള തേനീച്ചകൾ നമുക്കറിയാൻ പറ്റും. വെറൈറ്റീസ് ഓഫ് ഹണി ബീസ് ലൈക്ക്, അപ്പോൾ അതിൻ്റെയും ഇനങ്ങളാണ് പറയുന്നത്. കോലൻ, മെല്ലിഫറ, ഞൊടിയൻ എക്സെട്ര റെയർലി കാണും. നമ്മൾ ഇവിടെ നാട്ടിൽ സുലഭമായി കാണാൻ കഴിയുന്ന തേനീച്ചകളാണ് ആരൊക്കെ? കോലൻ, മെല്ലിഫറ, ഞൊടിയൻ എന്നൊക്കെ പറയുന്ന ഇനങ്ങൾ. മറ്റൊരു കൃഷി രീതിയാണ് കൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. എന്താണ് കൂണിക്കൾച്ചർ? സയൻറ്റിഫിക് വേ ഓഫ് റിയറിങ് റാബിറ്റ്സ്. റാബിറ്റുകളെ, മുയലുകളെ ശാസ്ത്രീയമായി വളർത്തുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? കൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ട്. ഗ്രേ ജയൻറ്റ്, വൈറ്റ് ജയൻസ്. ഇവയെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറച്ചിക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേ ജയൻസ് ആൻഡ് വൈറ്റ് ജയൻസ് ആർ യൂസ്ഡ് ഫോർ മീറ്റ്. ഇതൊക്കെ എന്തിൻ്റെ വെറൈറ്റിയാണ്? റാബിറ്റിൻ്റെ വെറൈറ്റിയാണ്, മുയലുകളുടെ വെറൈറ്റിയാണ്. മാത്രമല്ല മറ്റൊരു വെറൈറ്റി ഉണ്ട്, അങ്കോറ എന്ന് പറയുന്ന വെറൈറ്റി. അങ്കോറ എന്ന് പറയുന്ന വെറൈറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ രോമത്തിന് വേണ്ടിയിട്ടാണ്, ഫറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് കൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് നോക്കേണ്ട മറ്റൊരു കൃഷി രീതിയാണ് മഷ്റൂം കൾച്ചർ, കൂണ് കൃഷി. സയൻറ്റിഫിക് വേ ഓഫ് ഗ്രോയിങ് മഷ്റൂം. കൂണിനെ ശാസ്ത്രീയമായി വളർത്തുക, അതാണ് എന്തെന്ന് പറയുന്നത്? മഷ്റൂം കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഷ്റൂം എന്ന് പറയുന്നത്, മഷ്റൂം ഈസ് എ ന്യൂട്രീഷ്യസ് ആൻഡ് ടേസ്റ്റി ഫുഡ് ഐറ്റം. വളരെ പോഷകമേറിയതും സ്വാദിഷ്ടവുമായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണെന്ന് പറയുന്നത് മഷ്റൂം അല്ലെങ്കിൽ കൂൺ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള വെറൈറ്റീസ് മഷ്റൂം ഉണ്ട്, നോക്കാം. ബട്ടൺ മഷ്റൂം, പാൽ കൂൺ എന്ന് പറയും, ഓയിസ്റ്റർ മഷ്റൂം, ചിപ്പ് കൂൺ എന്ന് പറയും. അങ്ങനെ പലതരത്തിലുള്ള കൂൺ നമുക്കിപ്പോഴും അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന മഷ്റൂം വെറൈറ്റീസ് എന്ന് പറയുന്നത്. ഇനി പഠിക്കേണ്ട മറ്റൊരു രീതിയാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. എന്താണ് ഹോർട്ടിക്കൾച്ചർ? സയൻറ്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശാസ്ത്രീയ രീതിക്കുള്ള കൃഷി രീതിയാണ് എന്തെന്ന് പറയുന്നത്? ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. ബിസൈഡ്സ് ഇൻഡിജിനിയസ് വെറൈറ്റീസ്, എക്സോട്ടിക് വെറൈറ്റീസ് ലൈക്ക് ലിച്ചി, റംബൂട്ടാൻ, ഡൂറിയൻ ആർ ഓൾസോ കൾട്ടിവേറ്റഡ് ഇൻ അവർ ലാൻഡ്. നാടൻ വിളകളല്ലാണ്ട് സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അന്യദേശ പഴങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ലിച്ചി, റംബൂട്ടാൻ, ഡൂറിയൻ പോലുള്ള പഴങ്ങൾ. ഇനി നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കൃഷി രീതിയാണ് മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ. എന്താണ് മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ? ഔഷധ സസ്യ കൃഷി. ദ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആയുർവേദ എക്സിസ്റ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ മെഡിസിനൽ പ്ലാന്റ്സ്. ഇന്ത്യൻ ചികിത്സാ രീതിയായ ആയുർവേദം എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്താണുള്ളത്? ഔഷധ സസ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ചികിത്സാ രീതികൾ നടത്തുന്നത്. ദ പോപ്പുലാരിറ്റി ഓഫ് ആയുർവേദത്തിൻ്റെ പോപ്പുലാരിറ്റി കൊണ്ടും ആൻഡ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് നാച്ചുറൽ എക്കോസിസ്റ്റം, നമ്മുടെ പ്രകൃതിയാലുള്ള എക്കോസിസ്റ്റം നശിക്കുന്നത് മൂലം നമ്മുടെ ഈ ഒരു ഔഷധ സസ്യത്തിൻ്റെ കൾട്ടിവേഷൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചു വരികയാണ്. പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന, നാട്ടിൽ വിളയിക്കുന്ന അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ചെടികൾ, ഔഷധ സസ്യങ്ങൾ ഏതൊക്കെയാണ്? ബേസിൽ, അലോയെ, നീം, എടത്തോട, സിഡ, വെട്ടിവേറ, ഏഗിൾ മർമെലോസ്,
പ്ലംബാഗോ എന്നിവയൊക്കെയാണ്. അതായത് എന്താണ് ബേസിൽ എന്ന് വെച്ചാൽ എന്താണ് തുളസി, അലോയ എന്ന് വെച്ചാൽ എന്താണ് കറ്റാർ വാഴ, നീം എന്ന് വെച്ചാൽ വേപ്പ്, അടത്തോട എന്ന് വെച്ചാൽ ആടലോടകം, സിഡ എന്ന് വെച്ചാൽ കുറുന്തോട്ടി, വെട്ടിവേറ എന്ന് വെച്ചാൽ രാമച്ചം, ഈഗിൾ മർമലോസ് എന്ന് വെച്ചാൽ എന്താണ് കൂവലം, ആൻഡ് പ്ലംബാഗോ എന്ന് വെച്ചാൽ കൊടുവേലി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി കണ്ടുവരുന്ന, നാട്ടിൽ എന്ത് ചെയ്യുന്നത് ഔഷധ സസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന ചെടികളാണ് ഇവയെല്ലാം. ഇവയാണ് ഇതാണ് ഇപ്പം ഈ പിക്ചറിൽ കാണുന്നത് ആരൊക്കെയാണ്? ഇതെന്താണ് കറ്റാർ വാഴയാണ്. ആരാണ്? അലോവേറയാണ്. അലോവേറ. ഇതാരാണ്? തുളസിയാണ്. തുളസി. ഓക്കെ അല്ലേ? കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പ്രശ്നമാണ് ഇതെന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്രൈസിസ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. അപ്പം എന്താണ് കാർഷിക മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് ഇതെന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ദ അൺപ്രഡിക്റ്റബിൾ ക്ലൈമറ്റ് അഡ്വേഴ്സ്ലി അഫക്ട് ദ ട്രഡീഷണൽ ഫാമിംഗ് മെത്തേഡ്സ്. പ്രാചീന കൃഷി രീതികൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിലൂടെ ഒരുപാട് തകിടം മറിയുന്നുണ്ട്. പ്രവചനാതീതമായ ക്ലൈമറ്റുകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഒരു കൃഷി രീതിയെ മൊത്തത്തിൽ അങ്ങ് നശിപ്പിച്ച് കളയുന്നു. The techniques that are used to overcome these challenges are gaining currency nowadays. എന്ത് ചെയ്യുന്നു? അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് പുതിയ ടെക്നിക്കുകൾ കൊണ്ടുവരികയാണ്. പുതിയ നൂതന മാർഗങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട മാർഗങ്ങളാണ്. അതിനായി നമ്മൾ അവലംബിക്കുന്ന മെത്തേഡ്സാണ് പോളി ഹൗസ് ഫാമിംഗ്, പ്രിസിഷൻ ഫാമിംഗ്, ഫാമിംഗ് വിത്തൗട്ട് സോയിൽ എന്നിവയൊക്കെ. ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ് പോളി ഹൗസ് ഫാമിംഗ് എന്നതാണ്. Polyhouse farming is a special kind of arrangement in which a crop field is completely or partially covered by transparent polythene sheets. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ പോളിഹൗസ് ഫാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് അറേഞ്ച്മെൻ്റ് ആണ്. ഒരു പ്രത്യേക രീതിക്കുള്ള ഒരു അറേഞ്ചിങ് രീതിയാണ്. എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? വിച്ച് എ ക്രോപ്പ് ഫീൽഡ്, ഒരു പാടശേഖരം അല്ലെങ്കിൽ ഒരു പാടം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ക്രോപ്പ് ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലം എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ്ലി ഓ പാർഷ്യലി, മുഴുവനായോ പാർഷ്യലായോ പകുതിയോ എന്ത് ചെയ്യുന്നു? കവർ ചെയ്യുന്നു. എന്ത് വെച്ചാണ് കവർ ചെയ്യുന്നത്? എ ട്രാൻസ്പാരൻറ്റ് പോളിത്തീൻ ഷീറ്റ്സ്. ട്രാൻസ്പാരൻറ്റ് വെട്ടം പുറത്തേക്ക് വരുന്ന പോളിത്തീൻ ഷീറ്റ്സ് വെച്ചിട്ടാണ്, പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കവർ ചെയ്യുന്നത്. പോളിഹൗസ് ഫാമിൽ എന്താണുള്ളത്? ഉറപ്പായിട്ട് സ്പെഷ്യൽ കൈൻഡ് ഓഫ് അറേഞ്ച്മെൻ്റ് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ആ ഒരു ഫീൽഡിനെ, ആ ഒരു കൃഷി ഫീൽഡിനെ അല്ലെങ്കിൽ ആ ഒരു പാടശേഖരത്തെ പാർഷ്യലായിട്ടോ കംപ്ലീറ്റ് ആയിട്ടോ പോളിത്തീൻ ഷീറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യുന്നു? കവർ ചെയ്തിരിക്കുന്നു. സിൻസ് ദ ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ ഇൻ ദ പോളിഹൗസ് ഈസ് കോൺസ്റ്റൻ്റ്ലി റെഗുലേറ്റഡ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്നത് മൂലം ആ ഒരു കൃഷി ഭൂമിയിലെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെ ടെമ്പറേച്ചറും മോയ്സ്ചർ കൺട്രോളും എന്തൊക്കെയാണ്? അവിടുത്തെ താപനിലയും അവിടുത്തെ എന്താണ് വെള്ളത്തിൻ്റെ അളവല്ല മോയ്സ്ചറിൻ്റെ അളവെന്ന് വെച്ചാൽ എന്താണ്? കൃത്യമായിട്ട് അവിടെ ഉണ്ടാവുന്ന ഈർപ്പത്തിൻ്റെ അളവ്, അതാണ് കറക്റ്റ് വാക്ക്. ഈർപ്പത്തിൻ്റെ അളവ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. Nutrients are dissolved in water and are supplied on plants through drip irrigation. കൃത്യമായ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് വെച്ചാൽ വെള്ളം ഇറ്റിറ്റ് വീഴുന്ന ഒരു പ്രക്രിയയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം കൃത്യമായിട്ട് ചെടിക്ക് വേണ്ട പോഷകങ്ങളും ഫെർട്ടിലൈസേഴ്സൊക്കെ വെള്ളത്തിലാക്കി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ചെടികൾ ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് എത്തിക്കുന്നത്. ഇതാണ് പോളിഹൗസ് ഫാമിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ. ഈ പറയുന്ന പാടശേഖരം, ഈ ഒരു പറയുന്ന കൃഷി ഫീൽഡ് എന്ത് ചെയ്യുന്നു? പോളിത്തീൻ ഷീറ്റ്സ് വെച്ച് മറച്ചിരിക്കുന്നു. ഇതിന് വേണ്ട വെള്ളം എല്ലാം നമ്മൾ ചെറിയ ഹോസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നൽകുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ടെമ്പറേച്ചറും മോയ്സ്ചറും ഈർപ്പവും നമുക്ക് എന്ത് കൃത്യമായി നിലനിർത്താൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇതാണെന്ന് പറയുന്നത് പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. പോളി ഹൗസ് ഫാമിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ വിൽ ഓൾസോ ബി ലെസ് ബിക്കോസ് ദ സൈഡ്സ് ഓഫ് ദ പോളി ഹൗസ് ആർ കവേർഡ് വിത്ത് നെറ്റ്. ഈ പോളിഹൗസ് ഫാമിങ്ങിൽ പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ കുറവായിരിക്കും, കീടങ്ങളുടെ ആക്രമണം കുറവായിരിക്കും. കാരണം എന്താണ്? ഇതിന് മുഴുവൻ ഭാഗവും നെറ്റ് വെച്ച് അല്ലെങ്കിൽ പോളിത്തീൻ ഷീറ്റ്സ് വെച്ച് കവേർഡാണ്. സോ പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ, കീടങ്ങളുടെ ആക്രമണം ഇവിടെ കുറവായിരിക്കും. മാത്രമല്ല ഓൾദോ ദ എക്സ്പെൻസ് ഈസ് ഹൈ ഇൻ ദ ബിഗിനിങ്. അവിടുത്തെ ചിലവെന്ന് പറയുന്നത്, എക്സ്പെൻസ് എന്ന് പറയുന്നത് തുടക്ക സമയത്ത് കൂടുതലായിരിക്കും, ബിഗിനിങ്ങിൽ വളരെ കൂടുതലായിരിക്കും. ബട്ട് എന്ത് പറ്റും? ക്രോപ്പ് ഈൽഡ് ഇൻ മെനി ടൈംസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ റെഗുലർ ഫീൽഡ്. ഒരു സാധാ ഈ ഒരു പോളിഹൗസ് ഫാമിംഗ് അല്ലാത്ത വിളനിലങ്ങളിൽ കിട്ടുന്നതിനേക്കാളും വിളവ് ഈ ഒരു പോളിഹൗസ് ഫാമിംഗ് നടപ്പാക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാവും. അതിലൂടെ നമുക്ക് നഷ്ടം നികത്താൻ സാധിക്കും. രണ്ടാമത്തേതാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. എന്താണ് പ്രിസിഷൻ ഫാമിംഗ്?
In this method, ഈ ഒരു മെത്തേഡിൽ of farming, the nature of soil, quantity of elements in the soil, pH value of soil, presence of water, etc. in the crop field are tested using modern technology and appropriate crops are selected for cultivation. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ഒരു മെത്തേഡിൽ സോയിലിന് അകത്തുള്ള മൂലകങ്ങൾ, അവയുടെ ക്വാളിറ്റി, അവയുടെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കുന്നു. ആ സോയിലിൻ്റെ pH വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കുന്നു. സോയിലിൽ എത്രത്തോളം വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നു? സോയിൽ ടെസ്റ്റിംഗ് വഴിയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു സോയിലിന് അനുയോജ്യമായ ക്രോപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. എന്നിട്ട് അതിനെന്ത് ചെയ്യുന്നു? സയൻറ്റിഫിക് രീതിയിൽ അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സോയിലിൻ്റെ ഘടകങ്ങളെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം സോയിലുള്ള വാട്ടർ കണ്ടൻറ്റിനെയും pHനെയും സോയിലുള്ള എലമെൻസിനെയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു സോയിലിന് അനുയോജ്യമായ ക്രോപ്പ്, വിള ഏതാണെന്ന് മനസ്സിലാക്കി സയൻറ്റിഫിക് മെത്തേഡ് വഴി എന്ത് ചെയ്യുന്നു? അതിനെ അവിടെ നടുന്നു. അതാണ് എന്തെന്ന് പറയുന്നത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടി ചെയ്യുന്നു, ബൈ കവറിങ് ദ സോയിൽ യൂസിങ് പോളിത്തീൻ ഷീറ്റ്സ്. അപ്പോൾ ഈ ഒരു മണ്ണിനെ എന്ത് ചെയ്യുന്നു? പോളിത്തീൻ ഷീറ്റ്സ് വെച്ച് കവർ ചെയ്യുന്നത് കൊണ്ട് വി ക്യാൻ എഫക്റ്റീവ്ലി കൺട്രോൾ വീഡ്സ് ആൻഡ് ഓൾസോ ലിമിറ്റ് ഇറിഗേഷൻ. കീടങ്ങളെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? ലിമിറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം അവിടെ പോളിത്തീൻ ഷീറ്റ്സ് വെച്ച് കവർ ചെയ്യുന്നതുകൊണ്ട് അതിന് ചുറ്റും എന്ത് വരില്ല? കീടങ്ങൾ ഉണ്ടാവുകയുമില്ല. കൃത്യമായിട്ടുള്ള ഇറിഗേഷൻ ആ ഒരു ചെടിക്ക് തന്നെ എത്തുകയും ചെയ്യും. ഇറിഗേഷൻ നമുക്ക് കൃത്യമായിട്ടുള്ള സപ്ലൈ ചെയ്യാനും സാധിക്കും. ഇതാണ് പ്രിസിഷൻ ഫാമിംഗ് നടത്തുന്ന ഒരു ക്രോപ്പ് ഫീൽഡിൻ്റെ അവസ്ഥ. അതായത് കൃത്യമായിട്ട് മണ്ണിനെ മനസ്സിലാക്കി ആ ഒരു മണ്ണിലേക്ക് ആരെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്? ഒരു പോളിത്തീൻ ഷീറ്റ്സിനെ കവർ ചെയ്ത് വെച്ചേക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വീടിനെയും തടയാൻ പറ്റും, കീടങ്ങളെയും തടയാൻ പറ്റും, ആൻഡ് ഓൾസോ ഇറിഗേഷനും ലഭ്യമാക്കാൻ സാധിക്കും. മൂന്നാമത്തെ രീതിയാണ് കൾട്ടിവേഷൻ വിത്തൗട്ട് സോയിൽ, മണ്ണില്ലാതെയുള്ള കൃഷി രീതി. അതിന് പ്രധാനപ്പെട്ട എക്സാമ്പിളുകളാണ് എയറോപോണിക്സ് ആൻഡ് ഹൈഡ്രോപോണിക്സ്. ഇപ്പം മണ്ണില്ലാതെയുള്ള കൃഷി രീതികൾ എക്സാമ്പിളാണ് എയറോപോണിക്സ് ആൻഡ് ഹൈഡ്രോപോണിക്സ്. എന്താണ് ഹൈഡ്രോപോണിക്സ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ചെടികളിട്ട് വെക്കില്ലേ, അതിനെയാണ് നമ്മൾ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. പക്ഷേ അത് വെറും വെള്ളമല്ല, ന്യൂട്രിയൻറ്റ് സൊല്യൂഷനാണ്. അതായത് പോഷക ലായനികളാണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത്. സയൻറ്റിഫിക് മെത്തേഡാണ്. അപ്പോൾ ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ എന്താണ്? പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ ന്യൂട്രിയൻറ്റ് സൊല്യൂഷൻ. പോഷക ലായനികളിലാണ് ചെടികളെ നമ്മൾ വളർത്തുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. വെള്ളത്തിൽ വളർത്തുന്നു, പക്ഷേ ആ വെള്ളത്തിൽ എന്തുണ്ട്? ന്യൂട്രിയൻസ് ഉണ്ട്. സിമ്പിളായിട്ട് അതാണ്. പക്ഷേ രണ്ടാമത്തെയാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇൻ എയറോപോണിക്സ് ദ പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദെയർ റൂട്ട്സ് ഗ്രോ ഇൻ ടു എയർ ആൻഡ് ന്യൂട്രിയൻസ് ആർ സ്പ്രെയ്ഡ് ഡയറക്ട്ലി ഇൻ ടു റൂട്ട്സ്. എന്ത് ചെയ്യുന്നു? ഇവിടെ ചെടികളുടെ റൂട്ട് എന്ത് ചെയ്യുന്നു? എയറിലേക്കാണ് വളരുന്നത്. എങ്ങോട്ടാണ് വളരുന്നത്? എയറിലേക്ക് വളരുന്നു. എയറിലേക്ക് വളരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് വേണ്ടതായ ന്യൂട്രിയൻസിന്, പോഷകങ്ങളെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു? സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് എയറോപോണിക്സ്. ഇതാണ് എയറോപോണിക്സ്. ഇതാണ് ഹൈഡ്രോപോണിക്സിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഈ പോകുന്നതെല്ലാം ഒരു സൊല്യൂഷൻ, എന്താണ്? ന്യൂട്രിയൻറ്റ് സൊല്യൂഷനിൽ വളരുന്ന ചെടികളാണ്. ഹൈഡ്രോപോണിക്സ് എന്ന് പറയുമ്പം ഇതാണ് അതിന് എക്സാമ്പിൾ. എയറോപോണിക്സ് എന്ന് പറയുന്നതാണ് റൂട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂട്രിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് ഇൻ മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. ആധുനിക കൃഷി രീതിയിൽ എന്ത് സംഭവിക്കുന്നു? ഹൈബ്രിഡ്സ് ആർ യൂസ് ടു എൻഷുർ പ്രൊഡക്ടിവിറ്റി. ഉൽപ്പാദന വർധനവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? സങ്കര ഇനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, കൃഷി രീതിക്ക് ഉപയോഗിക്കുന്നത്. ട്രഡീഷണൽ അഗ്രികൾച്ചർ പ്രാക്ടീസ് ആർ ബെനഫിഷ്യൽ ടു നാച്ചർ ആൻഡ് ഹ്യൂമൻസ്. പാരമ്പര്യ കൃഷി രീതി വളരെയധികം മനുഷ്യനും പ്രകൃതിക്കും ഒരേപോലെ ഗുണകരമായിട്ടുള്ളതായിരുന്നു. ഇൻ ട്രഡീഷണൽ അഗ്രികൾച്ചർ പ്രാക്ടീസസ്, പാരമ്പര്യ കൃഷി രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് എങ്ങനത്തെയാണ്? ഇൻഡിജിനിയസ് വെറൈറ്റീസാണ്, നാടൻ വിഭവങ്ങളെയാണ്. ഇത് നിങ്ങൾ സിമ്പിളായിട്ട് കേട്ടിരുന്നാൽ മതി, ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാനുള്ള കാര്യമാണ്. ഇൻഡിജിനസ് വെറൈറ്റീസ് ഓഫ് എ ലോക്കാലിറ്റി ആർ വെറൈറ്റീസ് ദാറ്റ് അക്വയർ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ബൈ അഡാപ്റ്റിംഗ് ടു ദ ക്ലൈമറ്റ്, അവൈലബിലിറ്റി ഓഫ് ഫുഡ്, സോയിൽ ടെക്സ്ചർ ഓഫ് ദാറ്റ് പ്ലേസ് എക്സെട്ര. എന്താണ് ഒരു നാടൻ ഇനങ്ങളെന്ന് വെച്ചാൽ ആ ഒരു നാട്ടിലെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ എന്താണ് ക്ലൈമറ്റിനും അവിടുത്തെ ഫുഡിൻ്റെ അവൈലബിലിറ്റിക്കും അവിടുത്തെ മണ്ണിൻ്റെ ഘടനയ്ക്കും അനുസരിച്ച് രൂപപ്പെട്ട ഇനങ്ങളെയാണ് നാടൻ ഇനങ്ങൾ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു? ആ മണ്ണിന് വേണ്ട പ്രതിരോധശേഷി, അവർക്ക് വേണ്ട പ്രതിരോധശേഷി അവർ സ്വയം ആർജിച്ചെടുക്കുന്നു. വി ഹാഡ് മെനി കാറ്റിൽ വെറൈറ്റീസ് ഓഫ് ഹൈ ഡിസീസ് റെസിസ്റ്റൻ്റ് ആൻഡ് ലോ കോസ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്. നമുക്ക് ചുറ്റും ഒരുപാട് കന്നുകാലി ഇനങ്ങളുണ്ട്. അവരുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഹൈ ഡിസീസ് റെസിസ്റ്റൻ്റ് ആണ്, അവർക്ക് പ്രതിരോധശേഷി കൂടുതലാണ്, ആൻഡ് ഓൾസോ ലോ കോസ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്, പരിചരണ ചെലവും കുറവാണ്. പക്ഷേ അവരുടെ പ്രശ്നം എന്താണ്? ദേ വെർ ലെസ് പ്രൊഡക്റ്റീവ്. അവരുടെ ഉൽപ്പാദനം, പാലുൽപാദനമായിക്കോട്ടെ ഇറച്ചി ഉൽപ്പാദനമായിക്കോട്ടെ, അത് കുറവായിരിക്കും, ലെസ് പ്രൊഡക്റ്റീവ് ആയിരിക്കും. വി ഓൾസോ ഹാഡ് ഡൈവേഴ്സ് ടേസ്റ്റ് ആൻഡ് ന്യൂട്രിയൻസ്, ക്രോപ്സ് ഓഫ് ഡൈവേഴ്സ് ടേസ്റ്റ് ആൻഡ് ന്യൂട്രിയൻസ്. മെനി ഇൻഡിജിനസ് ട്യൂബർ ക്രോപ്സ് ആർ ഡിസപ്പിയറിംഗ് ടുഡേ.
അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ടേസ്റ്റിലുള്ളതും രുചികളിലുള്ളതും ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയതുമായ നാടൻ ഇനങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നു. ഒരുപാട് ട്യൂബർ ക്രോപ്സ്, ഉദാഹരണം കാച്ചിൽ, കൂവ പോലുള്ള, ചേമ്പ് പോലുള്ള മണ്ണിനങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ നമുക്ക് ചുറ്റും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭക്ഷണ ഇനങ്ങളിൽ നിന്ന് അവയെ ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. ഭക്ഷ്യവിളകൾ വംശമറ്റു പോകുന്നതിലൂടെ വിലമതിക്കാനാവാത്ത സ്വത്താണ് ഇല്ലാതാകുന്നതെന്ന് നാം തിരിച്ചറിയണം. നാടൻ ഇനങ്ങൾ വംശമറ്റു പോകുന്നത് നമ്മുടെ ജൈവസമ്പത്തിൻ്റെ ശോഷണത്തിന് കാരണമാകുന്നു. മാത്രമല്ല, പ്രകൃതിയുടെ പരീക്ഷണങ്ങൾ അതിജീവിച്ച് നിലനിൽക്കാൻ കഴിയുന്ന തനതിനങ്ങളിൽ നിന്ന് മാത്രമേ ഗുണമേന്മയുള്ള പുതിയ ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കാനാവുകയുള്ളൂ. ഈ സമ്പത്ത് ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചെടുക്കാനാവില്ല എന്ന കേവല യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ചില സസ്യങ്ങളുടെ നാടൻ ഇനങ്ങളാണ്. നൽകിയിരിക്കുന്നത് മാംഗോ, മാവിൻ്റെ ഒരു നാടൻ 2 ഇനങ്ങളാണ് നൽകിയിരിക്കുന്നത്. മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ, താളി എന്നൊക്കെ പറയുന്നത് മാവിൻ്റെ ഇനങ്ങളാണ്. രണ്ടാമത്തത് പ്ലാന്റെയിൻ, വാഴയുടെ ഇനങ്ങളാണ് പറയുന്നത്. ഞാലിപ്പൂവൻ, പാളയങ്കോടൻ എന്നൊക്കെ പറയുന്ന ഇനങ്ങൾ. ഇനി നാടൻ വെറൈറ്റീസ് ഉള്ള അനിമൽസിനെ പറ്റിയാണ് പറയുന്നത്. കൗവിൻ്റെ നാടൻ വെറൈറ്റീസ് വേച്ചൂർ, കാസർഗോഡ് കുള്ളൻ. ആടിൻ്റെതാണെങ്കിലോ മലബാരി, അട്ടപ്പാടി ബ്ലാക്ക്. അപ്പോൾ ഇതൊക്കെ ആടിൻ്റെയും പോത്തിൻ്റെയും പശുവിൻ്റെയൊക്കെ നാടൻ വെറൈറ്റീസാണ്. അപ്പോൾ നാടൻ വെറൈറ്റീസ് സസ്യങ്ങളിൽ മാത്രമല്ല ജന്തുക്കളിലുമുണ്ട്. നമ്മുടെ സസ്യങ്ങളിൽ പറഞ്ഞു മാവിനും പ്ലാവിനും വാഴയ്ക്കും ഒക്കെ നാടൻ വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ മൃഗങ്ങളുടെ നോക്കുമ്പോൾ, ജന്തുജാലങ്ങളിൽ നോക്കുമ്പോൾ നാടൻ വെറൈറ്റീസായ പശുക്കളും നാടൻ വെറൈറ്റീസായ പോത്ത്, കാള, പിന്നെ കുതിര, അങ്ങനെ പല വെറൈറ്റീസും നാടൻ വെറൈറ്റീസും ഉണ്ടാവും. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻസ്. കർഷകർക്ക് കൂട്ടാകുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് നമുക്ക് ചുറ്റുമുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. Agricultural societies that help farmers to market their product without the help of mediators are on the rise these days. എന്ത് ചെയ്യുന്നു? ഇടനിലക്കാരില്ലാതെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ ഉതകുന്ന ഒരുപാട് പേർ അല്ലെങ്കിൽ ഒരുപാട് ഓർഗനൈസേഷൻ, കൂട്ടായ്മകൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. The facility of storage of items such as pepper, coconut, arecanut, rice, vegetables is also ensured along with the marketing facilities. കമ്പോള ഫെസിലിറ്റീസിലൂടെ, മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് വഴി ഇവരുടെ ക്രോപ്സായ പെപ്പർ, കോക്കനട്ട്, അരക്കനട്ട്, അതായത് തേങ്ങ, അടയ്ക്ക പോലുള്ള ക്രോപ്സിനെ കൃത്യമായി സ്റ്റോർ ചെയ്ത് വെക്കാനും അവിടെ സൗകര്യമുണ്ടാവും. They can sell such stored product when prices are high in the market and make profit. ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിലൂടെ എന്തിനാണ്? മാർക്കറ്റിൽ അവയുടെ പ്രൈസ് കൂടുമ്പോൾ അതിനെ കൃത്യമായി വിൽക്കാനായിട്ട് ആ സമയത്ത് അവരെ സഹായിക്കുകയും അതിലൂടെ അവർക്ക് എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ലഭിക്കുകയും ചെയ്യുന്നു, ലാഭം ഉണ്ടാവുകയും ചെയ്യുന്നു. ലോൺസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ ഓൾസോ മെയ്ഡ് അവൈലബിൾ ഓൺ ദം. അവർക്ക് വേണ്ടിയിട്ട് ചെറിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ലോൺസും അവൈലബിൾ ആണ്. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് ഓർഗനൈസേഷൻസ് ആർ ഓൺലൈൻ ടു. കൂട്ടായ്മകൾ ഓൺലൈനിലും. എങ്ങനെയാണ്? വിത്ത് ദ റൈസ് ഓഫ് ഡിമാൻഡ് ഫോർ ഓർഗാനിക് പ്രൊഡക്ട്സ്. ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് കൂടിയപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓൺലൈൻ ഓർഗനൈസേഷൻസ് ഓഫ് ഫാമേഴ്സ് ആർ ഗെയിനിങ് ഇമ്പോർട്ടൻസ്. കർഷകരുടെ തന്നെ ഓൺലൈൻ കൂട്ടായ്മകൾ വളരെയധികം പ്രാധാന്യം അർഹിച്ചു വരുന്നു. എങ്ങനെയാണ് പ്രാധാന്യം അർഹിക്കുന്നത്? ദീസ് ഓർഗനൈസേഷൻ ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ കസ്റ്റമേഴ്സ് ഫോർ ദെയർ ക്വാളിറ്റി ഓർഗാനിക് പ്രോഡക്ട്സ് ആൻഡ് എൻഷ്യൂർ ഹയർ പ്രൈസസ്. അപ്പോൾ കർഷകരിൽ നിന്ന് നേരിട്ട് ആരിലേക്ക് എത്തിക്കാൻ, ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. മാത്രമല്ല ഉപഭോക്താക്കൾക്ക്, കസ്റ്റമേഴ്സിന് എത്രത്തോളം ക്വാളിറ്റിയാണോ പ്രോഡക്റ്റിനുള്ളതെന്ന് മനസ്സിലാക്കുവാനും ഇതുവഴി സാധിക്കുന്നു. ഓൺലൈൻ ഓർഗനൈസേഷൻസ് വഴി സാധിക്കുന്നു. Thus, modern media opens up not only a wide window for marketing. മാർക്കറ്റിംഗ് മാത്രമല്ല ഈ ഒരു ഓൺലൈൻ മീഡിയയിലൂടെ നടക്കുന്നത് ബട്ട് ഓൾസോ പോസിബിലിറ്റീസ് ഫോർ ഷെയറിംഗ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. കർഷകരുടെ നോളജും അറിവും എക്സ്പീരിയൻസും പങ്കുവയ്ക്കാനും ഈ ഒരു ഓൺലൈൻ മീഡിയകൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. അവസാനമായി പറയുന്ന കാര്യമാണ് സയൻറ്റിഫിക് മെത്തേഡ്. അഗ്രികൾച്ചറിൽ എന്നല്ല, എല്ലാ രീതിക്കുള്ളൊരു സയൻറ്റിഫിക് മെത്തേഡിലും ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു സയൻറ്റിഫിക് മെത്തേഡിൽ വരുന്നത് നോക്കിയാലോ? ദ സയൻറ്റിഫിക് മെത്തേഡ് ഇൻക്ലൂഡ്സ് ഐഡൻറ്റിഫൈങ് ദി പ്രോബ്ലം. ആദ്യം എന്താണ് പറയുന്നത്? ആ ഒരു പ്രശ്നത്തെ മനസ്സിലാക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. കളക്ടിങ് ഇൻഫോർമേഷൻ ത്രൂ ഒബ്സർവേഷൻ. രണ്ടാമത് എന്താണ് വരുന്നത്? കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. എന്താണ് ആ ഒരു കാര്യത്തിലുള്ളത് എന്നുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക, ശേഖരിക്കുക. എക്സ്പെരിമെൻറ്റേഷൻ, അത് വെച്ച് എന്ത് ചെയ്യുക? പരീക്ഷണം നടത്തുക. കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക? അനാലിസിസ് ഓഫ് കളക്റ്റഡ് ഇൻഫർമേഷൻ. ഈ കിട്ടിയ ഇൻഫോർമേഷനെ
അറിവിനെ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക. ഫോർമുലേഷൻ ഓഫ് പ്രോപ്പർ ഇൻഫറൻസ്, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുക. ഈ കിട്ടിയ പരീക്ഷണം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരണം. ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ ഇൻഫറൻസ് ത്രൂ കണ്ടിന്യൂസ് എൻക്വയറി, വീണ്ടും വീണ്ടും നമ്മൾ അതിനെ എന്ത് ചെയ്യുക, അന്വേഷിച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് നിഗമനത്തെ എന്ത് ചെയ്യുക, കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുക. ഇതാണ് ഒരു സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. അത് എന്തിലായിക്കോട്ടെ, അഗ്രികൾച്ചർ എന്ന് പറയുന്ന സെക്ഷനിലായിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, എല്ലായിടത്തും സയൻറ്റിഫിക് മെത്തേഡിലൂടെ നമ്മളൊരു കാര്യം ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ രീതിക്കാണ്. ഓക്കെ, സയൻറ്റിസ്റ്റ് ഫോളോ ദിസ് മെത്തേഡ്. അപ്പം ശാസ്ത്രജ്ഞർ ഈ ഒരു രീതിയിലാണ് കാര്യങ്ങളെ ഫോർമുലേറ്റ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുന്നതും നമുക്കത് മനസ്സിലാക്കി തരുന്നതും. സയൻസ് ഇസ് എ മീൻസ് ടു സോൾവ് പ്രോബ്ലംസ് ബൈ അപ്ലൈയിങ് അക്വേർഡ് നോളജ് ആസ് വെൽ ആസ് ടു ക്രിയേറ്റ് ബെറ്റർ ഫ്യൂച്ചർ. സയൻസ്, ശാസ്ത്രം എന്ന് പറയുന്നത് ഈസ് എ മീൻസ് ടു സോൾവ് പ്രോബ്ലംസ്. എന്തിനാണ്? പ്രധാനമായും പ്രശ്ന പരിഹാരത്തിനാണ്. ഒരു കാര്യം ഡൗട്ട് വരുമ്പോൾ അപ്പോൾ അതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ എന്തുകൊണ്ട് അങ്ങനെ വന്നു, അത് സയൻറ്റിഫിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കി സയൻറ്റിഫിക് റീസൺ കണ്ടുപിടിക്കുന്നു. ബൈ അപ്ലൈങ് അക്യൂർ നോളജ്, നമുക്ക് കിട്ടിയ അറിവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സയൻസിലേക്ക് കൊടുക്കുകയും അതിൽ നിന്ന് നമ്മളൊരു ഇൻഫറൻസ്, നിഗമനത്തിലേക്ക് എത്തുകയും ആൻഡ് ഓൾസോ ആസ് വെൽ ആസ് ടു ക്രിയേറ്റ് എ ബെറ്റർ ഫ്യൂച്ചർ. ആ ഒരു ശാസ്ത്ര നിഗമനത്തിലൂടെ നമുക്കൊരു ബെറ്റർ ഫ്യൂച്ചർ, നല്ലൊരു ഭാവിയെ വളർത്തിയെടുക്കുവാനും സാധിക്കും. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അടുത്ത ഈ ഒരു ചാപ്റ്ററിൻ്റെ ലെറ്റർ സക്സസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കൂണിക്കൾച്ചർ ഈസ് റിലേറ്റഡ് ടു, കൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കീപ്പിംഗ് ഓഫ് ഹണി ബീസ് ആണോ? ഹണി ബീസിനെ റിയർ ചെയ്യുന്നതാണോ, കൃഷി ചെയ്യുന്നതാണോ? റിയറിംഗ് ഓഫ് റാബിറ്റ്സ്, റാബിറ്റ്സിനെ, മുയലുകളെ കൃഷി ചെയ്യുന്നതാണോ? കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണോ? പഴങ്ങളെയും പച്ചക്കറികളെയും കൃഷി ചെയ്യുന്ന രീതിയാണോ? റിയറിംഗ് ഓഫ് ഫിഷ്, മീനിനെ കൃഷി ചെയ്യുന്ന രീതിയാണോ? എന്താണ് ഉത്തരം? റിയറിംഗ് ഓഫ് റാബിറ്റ്സ്. റിയറിംഗ് ഓഫ് റാബിറ്റ്സ് ആണ് ഉത്തരം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹണി ബീസിനെ സംരക്ഷിക്കുന്നതിന് നമുക്ക് എന്ത് പറയാൻ കഴിയും? എപ്പി കൾച്ചർ എന്ന് പറയും. എന്തെന്ന് പറയും? എപ്പി കൾച്ചർ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അപ്പി കൾച്ചർ. അങ്ങനെയാണെങ്കിൽ കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഓൺ എ സയൻറ്റിഫിക് മെത്തേഡ്, ശാസ്ത്രീയ രീതി വഴി നമ്മൾ എന്താണ് പഴങ്ങളെയും പച്ചക്കറികളെയും കൃഷി ചെയ്യുന്ന രീതി നമ്മൾ എന്ത് പറയും? ഹോർട്ടി കൾച്ചർ എന്നാണ് പറയുന്നത്. എന്താണ്? ഹോർട്ടി കൾച്ചർ എന്നാണ് പറയുന്നത്. ഹോർട്ടി കൾച്ചർ. റിയറിംഗ് ഓഫ് ഫിഷ്, മീനുകളെ നമ്മൾ കൃഷി ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? പിസി കൾച്ചർ എന്ന് പറയുന്നു. പിസി കൾച്ചർ എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഹൈ ക്വാളിറ്റി ഹൈബ്രിഡ് വെറൈറ്റീസ് പ്രൊവൈഡ് ഹൈ ഈൽഡ്. ഹൈ ക്വാളിറ്റീസ് ഉള്ള ഹൈബ്രിഡ് ഈൽഡ്സ്, സങ്കര ഇനങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് ഈൽഡ് തരുന്നു, ഒരുപാട് വിളകൾ നൽകുന്നു. ചോദ്യം, ദെൻ വാട്ട് ഈസ് ദി എൻഡ് ഓഫ് നേറ്റീവ് വെറൈറ്റീസ്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാടൻ വിളകളുടെ അവസ്ഥ എന്താണ്, അവസാനം എന്താണ് എന്ന് ചോദ്യം. റെക്കോർഡ് യുവർ റെസ്പോൺസ് ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നാടൻ ഇനങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചതാണ്. നാടൻ ഇനങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് ചേഞ്ചിനും നമ്മുടെ നാട്ടിലുള്ള സോയിലിനും അല്ലെങ്കിൽ നമ്മുടെ ഒരു കൃഷിയിടത്തിലെ സോയിലിനും നമ്മുടെ കൃഷിയിടത്തിലെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ കണ്ടീഷൻസൊക്കെ മനസ്സിലാക്കി അവിടെ എന്ത് ചെയ്യുന്ന അഡ്വേഴ്സ് കണ്ടീഷനെയൊക്കെ അതിജീവിച്ച് വരുന്ന ഇനങ്ങളെയാണ് നാടൻ ഇനങ്ങളെന്ന് പറയുന്നത്. അവയുടെ പ്രൊഡക്ടിവിറ്റി കുറവാണെങ്കിലും അവർക്കൊന്നെങ്കിൽ ഡിസീസ് റെസിസ്റ്റൻസോ അല്ലെങ്കിൽ എന്താണ് അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനൊക്കെ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മാനേജ്മെൻ്റ് ഒക്കെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെയുള്ള നാടൻ വിളകൾ ഉണ്ടെങ്കിൽ മാത്രമേ, ഈ നാടൻ വിളകളിൽ നിന്ന് മാത്രമേ, നേറ്റീവ് വെറൈറ്റീസിൽ നിന്ന് മാത്രമേ നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് എന്ത് പറയാൻ കഴിയും? ഇങ്ങനെ എഴുതാൻ കഴിയും. എന്താണ് എഴുതാൻ കഴിയുന്നത്? ന്യൂ വെറൈറ്റീസ് ക്യാൻ ബി, ന്യൂ വെറൈറ്റീസ് ക്യാൻ ബി ഡെവലപ്ഡ് ഫ്രം നേറ്റീവ് വെറൈറ്റീസ്. അപ്പം നേറ്റീവ് വെറൈറ്റീസിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ? സങ്കര ഇനങ്ങൾ, ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ടാക്കാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. ലെറ്റർ സക്സിലെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേ ടു റെഡ്യൂസ് ക്രോപ്പ് ലോസ് ഡ്യൂ ടു പെസ്റ്റ്? കീടങ്ങൾ മൂലമുണ്ടാകുന്ന ക്രോപ്പ് ലോസിന്, വിളനഷ്ടത്തിനെ തടയാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, ഏറ്റവും അപ്രോപ്രിയേറ്റുള്ള വഴി എന്താണ്? ഏറ്റവും നല്ല വഴി ഏതാണ്? യൂസിങ് ഹൈ കോൺസെൻട്രേഷൻ പെസ്റ്റിസൈഡ്സ്, ഹൈ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള എന്താണ് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുക, കീടനാശിനികൾ യൂസ് ചെയ്യുക, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക. പ്രൊട്ടക്റ്റിംഗ് ഫ്രണ്ട്ലി പെസ്റ്റ്, എന്ത് ചെയ്യുക? നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്താണ് പെസ്റ്റിനെ സംരക്ഷിക്കുക. പ്രാക്ടീസിങ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്, പെസ്റ്റ് മാനേജ്മെൻറ്റിനെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്താണെന്ന്. അപ്ലൈയിങ് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ഓൺലി,
എന്താണ് നമ്മൾ ജൈവ പെസ്റ്റിസൈഡ്സ് കീടനാശിനികൾ മാത്രം ഉപയോഗിക്കുക. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്താണ്, പ്രകൃതിക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് സി ആണ്. എന്താണ്, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് തന്നെയാണ്. ലെറ്റസ് ആക്സസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ലോവർ പ്രൈസ് ഡ്യൂറിങ് ഹയർ ഈൽഡ്. ഒരുപാട് വിളവുണ്ടാകുമ്പോൾ പ്രൈസ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. വിളയുടെ പ്രൈസ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. സജസ്റ്റ് എ പ്രാക്ടിക്കൽ സൊല്യൂഷൻ ടു ഓവർകം ദിസ് ക്രൈസിസ് ഫേസ്ഡ് ബൈ ദ ഫാമേഴ്സ്. ഇങ്ങനൊരു പ്രശ്നം തരണം ചെയ്യാനായിട്ട് എന്ത് ആണ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. ഒന്നുമില്ല, ഈ പ്രോഡക്റ്റ് സൊസൈറ്റീസ്, അതായത് ഫാമേഴ്സ് സൊസൈറ്റീസ് വഴി എന്ത് ചെയ്യുക, കൊടുക്കുക. കൃത്യമായിട്ടൊരു വില നിയന്ത്രിക്കുക, ഒരു കൃത്യമായിട്ടൊരു വില ഇടുക, അതായത് ഒരു ബേസിക് വില ഉണ്ടാക്കുക. ആ ഒരു വിലയ്ക്ക് മാത്രം എന്ത് ചെയ്യുക, ഈൽഡ് കൊടുക്കുക. ഓക്കെ, അതാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ബേസിക് വില ഒരു ഏകീകരിച്ചത് വില ഹയർ ഈൽഡ് ഉണ്ടാകുന്ന സമയത്തും ലോവർ ഈൽഡ് ഉണ്ടാകുന്ന സമയത്തും ഈ ഒരു ക്രോപ്പിന് കൃത്യമായിട്ടൊരു വില നിയന്ത്രിക്കുക അല്ലെങ്കിൽ നിശ്ചയിക്കുക. അതെന്ത് ചെയ്യുക, അതായിരിക്കണം നമുക്ക് നടപ്പിലാക്കേണ്ടത്. നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം, ഇങ്ങനെ തന്നെ എഴുതാം. കളക്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ത്രൂ ഫാർമേഴ്സ് സൊസൈറ്റീസ്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ വഴി എന്നോട് ചോദിക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വളരെയധികം നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.